ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഗാർഡനിലോട്ട് സ്വാഗതം. ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ മഴക്കാല സംരക്ഷണമാണ്. ഗാർഡൻ എങ്ങനെ സംരക്ഷിക്കാമെന്നതാണ്. ഇതുപോലെയുള്ള ചെടികളൊക്കെ ഇതിൻ്റെയൊക്കെ അടിയിൽ, ഈ ഇലയുടെയൊക്കെ അടിയിൽ പുഴുക്കൾ ഉണ്ടാകും. അപ്പോൾ മഴക്കാലമാണെങ്കിലും നമ്മൾ ഗാർഡനിലോട്ട് ഇടയ്ക്ക് ഇറങ്ങണം. പുഴുവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെടിയിൽ നിന്നും അതിനെ നശിപ്പിക്കണം. ഇടയ്ക്ക് ഇതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒറ്റ പുഴുവാണെങ്കിലും നമ്മുടെ ചെടിയിലുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുമേ. അടുത്തത് നമ്മുടെ ഇതുപോലെയുള്ള ഒരു ചെടിയാണ്. ഇതുപോലെയുള്ള ചെടികളുടെയൊക്കെ ഈ മഴയത്തിരുന്നിട്ട് ഇതുപോലെ ലീഫൊക്കെ കൊഴിഞ്ഞ ചെടികളൊക്കെ കാണും. ആ ചെടികളെ നമ്മൾ അർജൻറ്റായിട്ട് മഴയിൽ നിന്നും മാറ്റി വയ്ക്കുക. അടുത്തത് ഇതുപോലെയുള്ള നമ്മുടെ കോളീസ് ചെടികൾ പോലുള്ള ചെടികളൊക്കെ പെട്ടെന്ന് പുഴുതെന്ന് നശിച്ചു പോകുവേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നശിക്കുന്ന ചെടികളൊക്കെ നമ്മുടെ മറ്റുള്ള ചെടിയുടെ അടുത്തുനിന്ന് മാറ്റി നിർത്തി അതിനെ പ്രത്യേക സംരക്ഷണം കൊടുക്കുക. അടുത്തത് നമ്മുടെ 10 മണിച്ചെടി പോലുള്ള ചെടികളൊക്കെ നശിച്ചു പോകാതിരിക്കാൻ അതിൻ്റെ തൈകൾ നമുക്ക് ഒത്തിരി കിട്ടാനും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചട്ടികളിലും കുപ്പികളിലുമൊക്കെ ആക്കി വേര് പിടിപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. ചെടി നമ്മുടെ കയ്യിൽ നിന്നും പെട്ടെന്ന് നശിച്ചു പോവുകയില്ലേ. ഞാനിതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലാക്കിയിട്ട് ഇതുപോലെ താഴെയും കുറച്ച് മണ്ണ് നിറച്ച് ചട്ടികളിലൊക്കെ നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ചെടിത്തോട്ടത്തിൻ്റെ അടുത്തൊക്കെ ഈ വാഴയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലീഫ് തിന്നുന്ന നല്ല പുഴുക്കളുണ്ട്. ഈ വാഴയുടെ ലീഫൊക്കെ തിന്നാനാണ് പുഴുക്കൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ചെടികളൊക്കെ പെട്ടെന്ന് പുഴുവിനെ ശ്രദ്ധയിൽപ്പെടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ വാഴയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ വാഴയുടെ ലീഫ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും വലിയ പ്രശ്നമാണ് ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇതുപോലെ കാടൊക്കെ വളർന്നിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് ഡെയിലി അന്നുള്ള കാടുകൾ നിങ്ങൾ അന്ന് തന്നെ പറിക്കുക. അന്നപ്പം വലുതായിട്ട് കാട് കയറുകയില്ല. നമ്മൾ കുറേ ദിവസം കഴിഞ്ഞ് ഗാർഡനിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴാണ് ഒത്തിരി കാടൊക്കെ ആയിട്ട് ആകെ വൃത്തികേടായിട്ട് നമ്മുടെ ഗാർഡൻ കിടക്കുന്നത്. അതിപ്പോൾ കാടൊക്കെ ഉള്ളത് നമ്മൾ മഴക്കാലമായാലും മഴയില്ലാത്ത സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി ഗാർഡൻ വിസിറ്റ് ചെയ്യുക. അതെന്തായാലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയിലൊക്കെ കാട് വളർന്ന് ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകുവേ. അടുത്തതായിട്ട് മഴക്കാലമാണെങ്കിൽ തന്നെ ഞാൻ ഇടയ്ക്ക് മഴ തോരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഗാർഡനിലോട്ട് ഇറങ്ങി ഇങ്ങനെ വിസിറ്റ് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ ഗാർഡൻ എപ്പോഴും വൃത്തിയായി കിടന്നാൽ മാത്രമേ ഗാർഡൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ റോസ് പോലുള്ള ചെടികൾ എന്തായാലും നമ്മൾ മഴയത്ത് നിന്ന് മാറ്റി വെക്കണേ. റോസിൻ്റെ ഇല പെട്ടെന്ന് ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ട് നശിച്ചു പോകുവേ. പിന്നെ മഴക്കാലമായാലും നമ്മൾ വെള്ളം ഒഴിക്കണ്ട. എങ്കിലും നമ്മൾ ചെടിക്ക് കൊടുത്തുകൊണ്ടിരുന്ന കഞ്ഞിവെള്ളം പുളിപ്പിച്ചതുപോലെയുള്ള ദ്രാവകങ്ങളൊക്കെ നമ്മൾ ചെടിക്ക് മഴക്കാലമാണെങ്കിലും കൊടുക്കുക. അത് ചെടി നശിച്ചു പോകാതിരിക്കാൻ വളരെ നല്ലൊരു റെമഡിയാണ്. അടുത്തത് നമ്മുടെ മഴക്കാലം ആകുമ്പോൾ നമ്മുടെ വലിയ വലിയ ചെടികളൊക്കെ ഇതുപോലെ ചെരിഞ്ഞും ചാഞ്ഞൊക്കെ കിടക്കും. കാറ്റൊക്കെ വീശുമ്പം അതൊക്കെ ഒന്ന് നേരെയാക്കി ഇതുപോലെ കമ്പൊക്കെ കുത്തി നേരത്തെ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് ഒടിഞ്ഞു പോകുമേ. അടുത്തത് ഇതുപോലെയുള്ള ചെടികളൊക്കെ വേര് പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. മഴക്കാലം ആയതിനാൽ തന്നെ ഇത് വേര് പെട്ടെന്ന് പിടിച്ച് കിട്ടുവേ. അത് മഴക്കാലത്തിൻ്റെ നല്ലൊരു ബെനിഫിറ്റാണ്. ചെടികൾ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുവേ. നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം.